നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ഇന്ത്യക്കെതിരായ 2020 പരമ്പര നേടി ഇംഗ്ലണ്ട്. പരമ്പരയിലെ നാലാമത്തെ മത്സരത്തിൽ 9 വിക്കറ്റിനാണ് ഇന്ത്യയെ തകർത്തത് ഇംഗ്ലണ്ട്. ഇതോടെ 5 മത്സര പരമ്പരയിൽ 3 ജയിച്ച ഇംഗ്ലണ്ട് പരമ്പര സ്വന്തമാക്കി. ഒരു മത്സരം മഴ മൂലം റദ്ദാക്കിയിരുന്നു. എന്തായാലും ഈ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 158 റണ്ണാണ് എടുത്തത്. അവർക്ക് വേണ്ടി ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരാണ് പകുതി റണ്ണും അടിച്ചത്. 80 റണ്ണാണ് ശ്രേയസ് അയ്യർ അടിച്ചത്. മറ്റാരും തന്നെ കാര്യമായി ബാറ്റ് ചെയ്തില്ല. എന്തായാലും വിജയലക്ഷ്യമായ 159 റണ്ണ് ഇംഗ്ലണ്ട് 13.5 ഓവറിൽ, അതായത് 6 ഓവറും ഒരു പന്ത് ബാക്കി നിൽക്കെ വെറും 1 വിക്കറ്റ് നഷ്ടത്തിൽ വിജയിച്ചു. ഇംഗ്ലണ്ടിന് വേണ്ടി ഹാരി ബ്രൂക്ക് അവരുടെ ക്യാപ്റ്റൻ 79 റണ്ണുമായി നോട്ട് ഔട്ടായി നിന്നു. ഒപ്പം ഫിൽ സാൾട്ടും 59 റണ്ണും എടുത്തിട്ട് പുറത്താകാതെ നിന്നു. രണ്ടുപേരും അർദ്ധ സെഞ്ചുറി അടിച്ചു, പുറത്തായിട്ടുമില്ല. വെറും 1 വിക്കറ്റ്, ജോസ് ബട്ട്ലറുടെ വിക്കറ്റ് മാത്രമാണ് ഇംഗ്ലണ്ടിന് നഷ്ടപ്പെട്ടത്, അതും വെറും 8 റണ്ണിന്. എന്തായാലും ഇന്ത്യ ദയനീയമായി പരമ്പരയിൽ തോറ്റു എന്ന് മാത്രമല്ല, കഴിഞ്ഞ പരമ്പര അയർലൻഡിനെതിരായ പരമ്പരയിലും ഇന്ത്യ ദയനീയമായി 2 മത്സരം ഉണ്ടായിരുന്ന 2ഉം തോറ്റു. അതൊക്കെ ഒരു ചരിത്രമായിരുന്നു അയർലൻഡിനെ സംബന്ധിച്ചിടത്തോളം. ശ്രേയസ് അയ്യർ ക്യാപ്റ്റനായ ശേഷമുള്ള 6 മത്സരങ്ങളിലും ഇന്ത്യക്ക് ജയിക്കാനായിട്ടില്ല എന്നുള്ളതാണ്. 6 2020 മത്സരങ്ങൾ, 6ലും തോറ്റു. എന്തായാലും ഇന്ത്യ അവരുടെ ദയനീയമായ യാത്ര ക്രിക്കറ്റിൽ തുടരുകയാണ്, പ്രത്യേകിച്ച് 2020 ക്രിക്കറ്റിൽ.